പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ഇരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിനെ ചിന്തിക്ക് വേണ്ടി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനവധി ആവർത്തി നാം ഈ വചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. നന്മ പ്രാപിച്ചിട്ടുണ്ട്, സമാധാനം പ്രാപിച്ചിട്ടുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സൗരഭ്യമായി നിൽക്കുവാൻ നമ്മെ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക, രക്തം ചെയ്യാം. നമ്മളിവിടെ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിനും ഹല്ലേലൂയ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്നുള്ളതാണ്. ഇത് ഭൂമിയിൽ കർത്താവ് ഓരോ ഭക്തനെ കുറിച്ചും ആഗ്രഹിക്കുന്ന ശക്തമായ ദൈവിക ദൂതോടുകൂടി നൽകുന്ന ഒരു വാഗ്ദത്തമാണ്, ഒരു വചനമാണ്. ഇത് നമ്മുടെ ആത്മാവിനെ കീറി മുറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ വചനം ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകം ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത്, ഏത് പട്ടണത്തിൽ, ഏത് മൂലയിൽ, ഏത് ഗ്രാമങ്ങളിൽ, ഏത് തെരുക്കോണുകളിൽ ചെന്നാലും ഹല്ലേലൂയ ദുർഗന്ധം വമിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ 1446 വില്ലേജുകളാണ്, 991 പഞ്ചായത്തുകളുണ്ട്, ഹല്ലേലൂയ 140 നിയോജക മണ്ഡലമുണ്ട്, 20 ലോകസഭാ മണ്ഡലമുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ദുർഗന്ധം നാറുകയാണ്. ദുർഗന്ധം. നമ്മൾ ജനിച്ച നാടിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് മോശമാണെങ്കിലും ഇവിടുത്തെ ജനത്തിന്റെ ജീവിത രീതി അതാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും 140 കോടിയിലധികം ജനം വസിക്കുന്ന നമ്മുടെ ഭാരതം 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളുണ്ട്. ദുർഗന്ധം കൊണ്ട് നിറയുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ മീഡിയ വായിക്കുന്നവരാ, പത്രമാധ്യമങ്ങൾ കാണുന്നത്. ഇന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങളൊക്കെ ഒരുപാട് വികസിച്ചു. എല്ലാ ന്യൂസും എല്ലാ മൂലയിലും നമുക്ക് കൊണ്ടുത്തരും. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും യൂറോപ്പിൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾ, എത്രയോ സ്ഥലങ്ങളാണ് കഷ്ടം സഹിക്കുന്നത്. അതിന്റെ നടുവിലാണ് കർത്താവ് പറയുന്നത്, ദൈവാത്മാവ് നമ്മോട് ഉപദേശിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. വില കൊടുക്കണം ഇതിന്. വളരെ ത്യാഗപൂർവമായി നാം ദൈവത്തിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾക്കകത്ത് നിങ്ങൾ വീണിട്ട് ഒരിക്കലും നിങ്ങൾ ദുർഗന്ധം വമിക്കുന്നവരായി മാറാതെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ആമേ സ്തോത്രം, ദൈവത്തിന്റെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിങ്ങൾ സൗരഭ്യം പരത്തുന്നവരായിരിക്കണം. കർത്താവിന് വേണ്ടി സൗരഭ്യം പരത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, സ്തോത്രം, നമ്മൾ സൗരഭ്യം പരത്തും എന്ന് കർത്താവിന് ബോധ്യമുള്ളത് കൊണ്ട് നമ്മുടെ കർത്താവ് നേരത്തെ നമ്മെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പായിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് കർത്താവ് പറയാം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാൻ, ഹല്ലേലൂയ, മനുഷ്യൻ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. എന്നിലും നിങ്ങളിലും ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാനസാന്തരവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വേർപാടും വിശുദ്ധിയും ഒക്കെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ നമ്മളത് വെളിപ്പെടുത്തണം. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഉപ്പ് ചേർത്ത് ആ ഉപ്പ് അതിന് പിടിക്കാതെ പോയാൽ, ഉപ്പിന്റെ കാരം അതിന് പിടിക്കാതെ പോയാൽ ആ സാധനം ഒന്നിനും കൊള്ളത്തില്ല.
എല്ലാ ഭക്ഷണ സാധനങ്ങളെയും രുചി വരുത്തുന്നത് ഉപ്പ് കൊണ്ടാണ്. ഉപ്പില്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. അല്ലേ? നമ്മളിലുള്ള ഉപ്പുകാരം നഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ വെറും മലിനമാണ്. നമ്മളെ കൊണ്ട് ഒരു കുഞ്ഞിനും പ്രയോജനമില്ല. നമ്മൾ ദുർഗന്ധം വമിക്കുന്നവരായിരിക്കും, ദുർഗന്ധം ഉണ്ടാക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. എന്നിട്ടാണ് കർത്താവ് രണ്ടാമത് പറയാണ്, അല്ലേലിയ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അല്ലേലിയ, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അല്ലേലിയ, ഈ കാണുന്ന ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ, ഭൂതലത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നാളിൽ, ഉൽപ്പത്തി 1:3, അന്ന് വെളിച്ചമുണ്ടായി. അല്ലേലിയ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന ക്രിസ്തു ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ 1:9 വായിക്കുന്നുണ്ട്. എല്ലാം വചനമാണ്. ഈ വചനം നിൽക്കുമ്പോൾ തന്നെ യേശു പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കുന്ന നിങ്ങൾ, ആമേ സ്തോത്രം, കർത്താവിന് വേണ്ടി എപ്പോഴും സൗരഭ്യം വീശുന്നവനായിരിക്കണം, സൗരഭ്യം വീശുന്നവളായിരിക്കണം. അല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവവചനം, അല്ലേലൂയ സ്തോത്രം, അത്ര മാത്രം, അല്ലേലൂയ, നമുക്ക് ആത്മാവിൽ നിറയപ്പെട്ട് മുന്നോട്ട് ജീവിക്കത്തക്ക നിലയിൽ, ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയാകുന്ന നിലയിൽ ദൈവം നമ്മെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തം ചെയ്യാം. അല്ലേലൂയ. ഇവിടെ നാം ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. പൗലോസ് പറയുക, തന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന ആത്മാർത്ഥതയോടെ പറയുന്നതാ പൗലോസ്. അത് ഇതേപോലെ ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയണം. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നിനക്ക് ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തിന്, എൻ്റെ കർത്താവിന് സൗരഭ്യവാസനയാണ്, ഞാൻ ലോകത്തിന്റെ ഉപ്പാണ്, മറ്റുള്ളവർക്ക് രുചി പകരുന്നവരാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, മറ്റുള്ള ഇരുളിൽ നിന്ന് വിടിവിക്കുവാൻ ഞാൻ വെളിച്ചമായി അവരുടെ ഇടയിലുണ്ട് എന്നൊക്കെ നമുക്ക് പറയുവാൻ കഴിയണം. അതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അത് കേൾക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അല്ലേലിയ. നമ്മുടെ പിതാവിന് നമ്മോട് ഭയങ്കര ഇഷ്ടമാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, ദുർഗന്ധം വമിക്കുന്ന വാക്കുകളൊന്നും പറയാതെ, ദുർഗന്ധം പരത്തുന്ന ജീവിതശൈലി മാറ്റിവെച്ചിട്ട്, അല്ലേലിയ, വിളിച്ച വിശുദ്ധനൊത്തവണ്ണം നിങ്ങളെ വിളിക്ക് യോഗ്യമാകും വണ്ണം, അല്ലേലിയ, നിങ്ങൾ കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറണം. പ്രൈസലോ. നിങ്ങൾ ആരാണെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാം. നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാം. ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചില മെസ്സേജുകളും വാക്യങ്ങളും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ചിലർക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥന ഒരാളെ എന്നെ ഫോണിൽ വിളിക്കട്ടെ. ഞാനും ആ ഭക്തനും കൂടെ വളരെ നേരം കുറച്ച് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ രണ്ടുപേരും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയെ കുറിച്ചാണ് പറയുന്നത്. അല്ലേലൂയ. ഞങ്ങൾ രണ്ട് ഭക്തന്മാർ ഒന്നിച്ചു കൂടി കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കുന്ന മാലിന്യമുള്ള വാക്കുകളൊന്നും സംസാരിക്കാതെ, അല്ലേലൂയ, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയുവാൻ കഴിഞ്ഞു. രക്തം ചെയ്യും. അല്ലേലൂയ. അത് ഏത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും, എത്ര വലിയ ക്ഷീണത്തിൽ എഴുന്നേറ്റ് വന്നാലും, എത്ര തിരക്കിനിടയ്ക്കായിരുന്നാലും, എത്ര വലിയ ജോലി ഭാരം ഉണ്ടെങ്കിലും, നിങ്ങളുടെ വാക്കുകളെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയുള്ളൂ. അല്ലേലിയ. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? നിങ്ങൾ വളർച്ചയിലേക്ക് എത്തണം. അല്ലേലിയ. നിങ്ങൾ കർത്താവിന് വേണ്ടി സൗരഭ്യമായി മാറണം. അല്ലേലിയ. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, നിന്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ, അല്ലേലിയ, നിന്നെ നടത്തുന്ന നിന്റെ പാസ്റ്റർമാരോട്, നിന്റെ ഇടയന്മാരോട് നീ സംസാരിക്കുമ്പോൾ, നീ ചെല്ലുന്ന സ്കൂളിലെ കോളേജിലെ അധ്യാപകരോട് നീ സംസാരിക്കുമ്പോൾ, നീ സൗരഭ്യം പരത്തുന്നവനായിരിക്കണം, സൗരഭ്യം പരത്തുന്നവരായിരിക്കണം. അല്ലേലിയ. നിന്നെ കൊണ്ട് ലോകത്തിനും പ്രയോജനം ഉണ്ടാകണം, കർത്താവിന് പ്രയോജനം ഉണ്ടാകണം. നിന്റെ വാക്ക് കേൾക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടായിരിക്കണം. നിന്റെ വാക്ക് കേൾക്കുന്നിടത്ത് ആമീൻ ദൈവിക വിടുതൽ നടക്കണം. നീ കടന്നു ചെല്ലുന്നിടത്ത് വെളിച്ചമായി മാറണം. നീ ചെല്ലുന്ന ഭവനത്തിന്റെ, ആ വ്യക്തിയുടെ, ആ കുടുംബത്തിന്റെ ഇരുൾ മാറിപ്പോകണം. രക്തം ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലേലിയ.
ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, കർത്താവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്ന് പറഞ്ഞ അങ്ങനെ ജീവിക്കുന്ന ചില ഭക്തന്മാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ? അതൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. കാരണം അവരിൽ നിന്ന് പലതും പഠിക്കാൻ കഴിഞ്ഞു, പലതും കേൾക്കാൻ കഴിഞ്ഞു, അവർ ചെയ്യുന്ന പലതും കണ്ട് ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരുവാൻ കഴിഞ്ഞു. അതൊക്കെ ഞാൻ ചിലപ്പോൾ ഓർത്ത് പോകാറുണ്ട് കേട്ടോ. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം ഈ ലോകത്തിൽ 25 വർഷം, അല്ലേ? എനിക്ക് തോന്നുന്നു ഏതാണ്ട് 9 വയസ്സുള്ളപ്പോ ഒരു അങ്ങാടി ചെറുക്കനായി, അങ്ങാടി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ചന്തയാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചെറുക്കനായിട്ട് തെരുവിൽ ഇറങ്ങിയവനാ ഞാൻ. അല്ലേ? അന്ന് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് ഒരു ജീപ്പ് ഒരു ജീപ്പ് അന്ന് കഴുകി കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് 2 പൈസയാണോ 3 പൈസയാണോ തന്നു. അല്ലേ? അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കരീം. അദ്ദേഹം ഇന്നും ജാതന്ത്ര ഉണ്ട്, തടി ബിസിനസ് അദ്ദേഹത്തിന്റെ ജോലി. അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ജോലി ചെയ്ത് പണം വാങ്ങിയത്. അല്ലേ? തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അല്ലേ മാതാപിതാക്കളെ അനുസരിക്കാതെ, ദേശത്തെ അനുസരിക്കാതെ, അധ്യാപകരെ അനുസരിക്കാതെ, ഗുരുക്കന്മാരെ അനുസരിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ ലോകത്തിൽ ദുർഗന്ധം വീശുന്നവരായി അല്ലേ എന്റെ ജീവിതം മലിനപ്പെട്ടു പോയി. 25 വർഷം. എന്നാൽ അതിനുശേഷമായി എന്നെ എന്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പാപങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നപ്പോൾ, എന്നിൽ നിന്നുള്ള ദുർഗന്ധങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ അവയെല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ച് എന്റെ കർത്താവിന് വേണ്ടി സൗരഭ്യം വീശുന്നവനായി മാറി. അന്ന് തൊട്ട് ഇന്നും എനിക്ക് സന്തോഷമാകട്ടോ. നിങ്ങളോട് ദൈവജനം പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി സൗരഭ്യമായി മാറണം. കാരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളെ സൗരഭ്യം വരുത്താൻ വേണ്ടിയാ ദൈവം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കും എന്ന് പറഞ്ഞത്. പ്രൈസലോ. അപ്പൊ ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കഷ്ടതയിലൂടെ കടന്നു പോയാലും നിന്നയിലൂടെ കടന്നു പോയാൽ അല്ലേ നീ ഏത് വെല്ലുവിളിയാണ് നേരിടുന്നതെങ്കിലും അതിന്റെ മുമ്പിൽ നിന്റെ വാക്കുകൾ അല്ലേ, നിന്റെ പ്രവർത്തികൾ, നിന്റെ നോട്ടം, നിന്റെ കേൾവി ഒക്കെ അല്ലേ ദൈവത്തിന് അല്ലേ ഞങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണെന്ന് നിനക്ക് പറയുവാൻ കഴിയണം. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന സഹോദരന്റെ വാക്കിന് നീ കടിഞ്ഞാടണം. സഹോദരന്റെ വാക്കുകൾക്ക് നീ കടിഞ്ഞാടണം. അല്ലേ? പരസ്പര ഭാര്യ ഭർത്താവ് സൗരഭ്യം വരുന്ന വാക്കുകളെ പറയക്കുള്ളൂ. അല്ലേ? മാതാപിതാക്കൾ സൗരഭ്യമായിരിക്കണം ഭവനത്തിൽ, അത് മക്കൾ കണ്ടു പഠിക്കണം. അല്ലേ? മക്കൾ സൗരഭ്യമായിരിക്കണം ഭവനത്തിൽ, അത് മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറണം. മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങളുടെ മക്കൾ നല്ലതാണെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളിലൂടെ സൗരഭ്യം മണക്കുവാൻ കഴിയും. അല്ലേ? ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സൗരഭ്യം വരുന്നവരാണെങ്കിൽ മക്കൾ അതുപോലെ വളർന്നു വരും. അല്ലേ? അത് നിങ്ങളുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഞാൻ വിവാഹത്തിനായ ശേഷം അല്ലേ ദൈവം ഞങ്ങൾക്കൊരു കുട്ടിയെ കൂടെ തന്ന് അല്ലേ ഏകദേശം 20 വർഷം ഞാനും എന്റെ ഭാര്യയും കൂടെ ഒന്ന് ജീവിച്ചു. അത് കഴിഞ്ഞ് അവൾ മരിച്ചു. അല്ലേ? പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും സൗരഭ്യം പരത്തുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് 19 വയസ്സായപ്പോഴാണ് എന്റെ ഭാര്യ മരിക്കുന്നത്, അമ്മ മരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നത് അവൾ കണ്ടിട്ടില്ല. അല്ലേ? അങ്ങനെ പിടിച്ചു നിൽപ്പാനൊക്കെ ദൈവം നിങ്ങൾക്ക് കൃപ തന്നു. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് കേട്ടോ, നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറണം. രക്തം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അല്ലേ? ഈ വായിക്കോരി വലിയ പ്രാസത്തിലൊക്കെ ഒരുപാട് മെസ്സേജ് പറഞ്ഞ് വലിയ ആക്രോശത്തോടെയൊക്കെ സംസാരിച്ചിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ കളിയാക്കി പരിഹസിച്ച് അങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങനെ ചെയ്യുന്നവരുടെ ചെയ്യട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രായോഗികമായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ചയുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ അത് ക്രിസ്തു എന്ന പാറമേലാണ്. ക്രിസ്തു എന്ന പാറമേൽ നിങ്ങൾ അടിസ്ഥാനമിട്ട് പണിയുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറണം. പ്രൈസലോ. അപ്പൊ നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടാണ് നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ ജീവിതത്തെ പണിത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയങ്ങളിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറും. രക്തം ചെയ്യും. ജീവിതം വെറുതെ തകർത്ത് കളയരുത്.
വല്ലേരി എന്നെ കേൾക്കുന്ന മാതാവേ പിതാവി, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജീവിതം നീയായിട്ട് തകർത്ത് കളയരുത്. നിന്റെ ജീവിതം നീയായിട്ട് തകർത്ത് കളയരുത്. നിന്റെ നന്മകൾ നീയായിട്ട് തകർത്ത് കളയരുത്. നിന്റെ അനുഗ്രഹത്തെ നീയായിട്ട് തകർത്ത് കളയരുത്. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന സ്ഥലം പോരാതെ വരുവോളം ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ സംസാരം ദൈവത്തിന് ഇഷ്ടമായിരിക്കണം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്നൊക്കെ നമ്മൾ തിരുവെഴുത്ത് വായിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് പൗലോസ് അഭിമാനത്തോടെ പറയുക, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു, ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞങ്ങൾ ലോകത്തിന്റെ ഭൂമിയുടെ ഉപ്പാകുന്നു. അല്ലേരിയ, നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. അല്ലേരിയ, നല്ല ശിഷ്യനായി ക്രൂശുമെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. അല്ലേരിയ, സ്തോത്രം. അല്ലേരിയ, സ്തോത്രം. നമ്മുടെ ബ്ലസൻ മേമനെ, ഡോക്ടർ ബ്ലസൻ മേമനെയൊക്കെ പാടിയതുപോലെ പാടണം. അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാൻ വാ. അല്ലേരിയ, നല്ല യജമാനന്റെ സേവ ചെയ്യാൻ വരണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ലൈനുണ്ട്, സ്ഥാനമാനം കൂടുവിട്ട് വരാൻ, നല്ല ശിഷ്യനായി ക്രിസ്തുവിന്റെ ക്രൂശുവേന്തി വരാൻ. ഞാൻ ആ ലൈൻ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ഇഷ്ടമല്ലെന്നല്ല ഇഷ്ടം, പക്ഷെ ഇത് ഞാൻ വളരെ ഹൃദയത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം എന്താ, ക്രിസ്തുവിന്റെ നല്ല ശിഷ്യനായി ആ ക്രൂശുവേന്തി വരിക, നല്ല സൗരഭ്യമായി മാറുക. അപ്പൊ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്തെ ആത്മാവിന്റെ പ്രവൃത്തിയെ നമ്മൾ തിരിച്ചറിയണം. രക്തം ചെയ്യും. അല്ലേരിയ, ജീവിതം എന്നൊക്കെ പറയുന്നത് സഹോദര സഹോദരി, അല്ലേരിയ, ഈ ലോകത്തിന് വിട്ടുകൊടുക്കരുത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതം വിലപ്പെട്ടതാ. അത് കർത്താവിന് സൗരഭ്യമാ. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വിലപ്പെട്ടതാ. അത് ലോകത്തിന് വിട്ടുകൊടുക്കരുത്. ലോകക്കാർക്ക് വിട്ടുകൊടുക്കരുത്. രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ മതങ്ങൾക്കും തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കരുത്. ഇവിടുത്തെ മദ്യപാനികൾക്കും വിറകൂത്തുകാർക്കും ഇവിടുത്തെ മയക്കുമരുന്ന് രോഗികൾക്കും ഇവിടുത്തെ ബാറുകാർക്കും കള്ളുഷാപ്പുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ബീവറേജുകാർക്കും നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കരുത്. ഈ ലോകത്തിന്റെ അധാർമികമായ ജീവിതത്തിന് നിന്റെ ജീവിതത്തെ അടിയറവ് വെക്കരുത്. അല്ലേരിയ, നീ ക്രിസ്തുവിന്റെ സൗരഭ്യമായി, അല്ലേരിയ, നീ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. രക്തം ചെയ്യും. അങ്ങനെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, അവർക്കാണ് നന്മയുണ്ടാകുന്നത്, അവരാണ് ഉയർച്ച പ്രാപിക്കുന്നത്. അല്ലേരിയ, കഷ്ടതയുടെ തീച്ചൂടയിലൂടെ കടന്നു പോകുമ്പോൾ, നൊമ്പരങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലേരിയ, അതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതല്ല, എൻ്റെ വിധിയാണ്, ദൈവത്തിന് എന്നെ വേണ്ട, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ വളരുന്നു. അവർക്കിഷ്ടം പോലെ ഉണ്ട്, അവർക്കിഷ്ടം പോലെ കിട്ടുന്നു, അവരുടെ മക്കൾ അങ്ങനെ, അവർക്കതെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നീ പിറുവിറുക്കാതെ നീ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറുമ്പോൾ അവരെക്കാൾ ഉന്നതമായ നിലയിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും കേട്ടോ. രക്തം ചെയ്യും. വിശ്വസിക്ക്. നീ സ്വോത്രം പറഞ്ഞാട്ട് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം പുതുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം പുതുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സൗരഭ്യവാസനയാണ് എന്ന് കർത്താവ് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, 15-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പൊ എന്താണ്, നമ്മളെന്തെയും ഫലം കായ്ക്കുന്നവരായി, നാം ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിത താൽക്കാലികമാണ്. മനുഷ്യൻ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നൊരു ശാസ്ത്രമാണ്. മനുഷ്യന്റെ ജീവിതമാണ് 70 ഏറിയാൽ 80. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ജീവിതം അല്പകാലം മാത്രമാണ്. ആ ലഭിച്ച ജീവിതം എന്ന് കർത്താവിന് വേണ്ടി ഫലം കൊടുക്കണം. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം. യേശു നിന്നെ നോക്കിയിരിക്കുക. ഓരോ സമയം കർത്താവ് നിന്നെ നോക്കുക. നീ കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവത്തിന് സൗരഭ്യ വാസനയാണോ, ദൈവത്തിന് ക്രിസ്തുവിന് നീ സൗരഭ്യ വാസനയാണോ എന്ന് നീ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ, നീ ഭൂമിയിൽ ഉപ്പാണോ, ലോകത്തിന്റെ വെളിച്ചമാണോ ഒക്കെ നമ്മുടെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ ജീവിതത്തെ നീ ക്രിസ്തുവിൽ പണിതെടുക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ ആരും സ്നേഹിക്കുന്നില്ല.
അല്ലേ? അപ്പൊ നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിലാണ്. അല്ലേലിയ. നിന്റെ ലോകത്തിൽ സകല ജനത്തിന്റെയും ജീവിതം ക്രിസ്തുവിന്റെ എന്ന അടിസ്ഥാനത്തിലാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോഴാണ് നമുക്ക് അവരിൽ ഉയരുവാൻ കഴിയുന്നത്. രക്തം ചെയ്യാം അല്ലേ? ജീവിതത്തെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, നന്മയെ തകർക്കുന്ന, അനുഗ്രഹത്തെ തകർത്ത് കുടുംബത്തിനകത്ത് ശാപം കൊണ്ടുവന്ന്, കണ്ണുനീര് കൊണ്ടുവന്ന്, രോഗം കൊണ്ടുവന്ന്, തലമുറയെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, കുടുംബനാഥനെ തകർക്കുന്ന, മാതാവിനെ തകർക്കുന്ന, ആമി കുടുംബത്തിനകത്ത് ഇരുള് കൊണ്ടുവരുന്ന സാത്താന്റെ തന്ത്രങ്ങളെ അല്ലേലും നീ തിരിച്ചറിയണം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 2:11 വായിച്ചു കണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അല്ലേ? അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ അല്ലേ? ഒന്ന് ഓർത്ത് നിൽക്കുന്ന വാക്യൊക്കെ പറഞ്ഞിട്ട് ആത്മാവിൽ അങ്ങ് ശ്രദ്ധിക്കണം. രക്തം ചെയ്യും ആ വചനമൊക്കെ പറഞ്ഞിട്ട് പിശാചിനെ നീ കീഴ്പ്പെടുത്തണം അല്ലേ? ആ വചനം വായിച്ചിട്ട് പിശാചിന്റെ തലയെ നീ തകർക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ട്, സാത്താൻ നിന്റെ മേൽ വാഴരുത്, പിശാചിന്റെ മേൽ വാഴരുത്, പിശാചിന്റെ മേൽ ആധിപത്യം പുലർത്തരുത്, നീ പിശാചിന് അടിമയായി മാറരുത്. അവന്റെ തലയെ നീ തകർക്കാനുള്ള അധികാരം യേശു നിനക്ക് തന്നിട്ടുണ്ട് സഹോദരി അല്ലേ? നീ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നിന്നുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുമ്പോൾ, ഫലം പുറപ്പെടുവിക്കുമ്പോൾ, നിനക്കെതിരെ കടന്നു വരുന്ന ശത്രു സൈന്യം എത്ര വലുതായിരുന്നാലും അല്ലേ, നിനക്കെതിരെ കടന്ന് ശത്രു എത്ര പ്രബലനായിരുന്നാലും അല്ലേ, നിന്റെ ആദരത്തിൽ പുറപ്പെടുന്ന വചനം കൊണ്ട്, ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം കൊണ്ട് അവന്റെ തലയെ തകർക്കുവാനുള്ള അധികാരം നിനക്കുണ്ട്. നിന്റെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറിപ്പോകട്ടെ, മയക്കുമരുന്ന് പോയോ മാറിപ്പോകട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ മയക്കുമരുന്ന് മദ്യപാനത്തിൽ മോചനം പ്രാപിക്കണം. നിന്റെ മക്കൾ നന്മയിലേക്ക് വരട്ടെ, നിന്റെ കുടുംബം നന്മയിലേക്ക് വരട്ടെ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ. സാമ്പത്തികമായി ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ അനുഭവവും നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറയണം. അപ്പൊ ദൈവത്തിന് സൗരഭ്യവാസന അല്ലേലൂയ, സൗരഭ്യവാസനയ്ക്ക് അല്ലേലൂയ പരസ്യം ആവശ്യമില്ല. അല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ അല്ലേലൂയ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി പരസ്യമാണ്. റേഡിയോ വഴിയായിട്ട് അല്ലെങ്കിൽ TV വഴിയായിട്ട്, പത്രങ്ങൾ വഴിയായിട്ട്, എല്ലാത്തിനും ഭയങ്കര പരസ്യമാണ്. അല്ലേലൂയ. പ്രമുഖ നടന്മാരെ, ക്രിക്കറ്റ് താരങ്ങളെ, കായിക താരങ്ങളെ, എന്നുവേണ്ട സകല ആളുകളെ വിളിച്ചു നിർത്തി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പരസ്യം നടത്തിയിട്ടാണ് ഈ ലോകത്തിലെ സകല ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ കർത്താവിന്റെ സൗരഭ്യവാസനയാകാൻ വേണ്ടി ഒരു പരസ്യവും വേണ്ട. ഹല്ലേലൂയ. നീ കർത്താവിന്റെ അരികിലേക്ക് വന്ന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്തോത്രം. അവൻ ഞാൻ ഇവിടെയുണ്ട് വരുവിനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്ന് നാളുകളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം യേശു പറയുവാണ്. നിനക്ക് അമ്മ ഉയർച്ച പ്രാപിപ്പാൻ, നീ അനുഗ്രഹം പ്രാപിപ്പാൻ, നീ സൗരഭ്യവാസനയാകുവാൻ, നീ ഭൂമിയുടെ ഉപ്പാകാൻ, നീ ഭൂമിയുടെ വെളിച്ചമായി തീരുവാൻ, നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ നിങ്ങൾക്കൊരു പരസ്യവും ആവശ്യമില്ല. നീ എന്നെ നിന്റെ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിച്ചാൽ മതി. ഹല്ലേലൂയ. അതെ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. നിങ്ങൾ സ്വസ്ഥമായിട്ട് വാസന വീശുമ്പോൾ അതിന്റെ സൗരഭ്യവാസനയാൽ എവിടൊക്കെ നിന്നോ ആയിരക്കണക്കിന് ഹല്ലേലൂയ ജനം നിന്നിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഒരു പുഷ്പം രാവിലെ വിരിഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ സൗരഭ്യവാസന വീശി തുടങ്ങുമ്പോൾ എവിടൊക്കെ നിന്നോ ആയിരക്കണക്കിന് വണ്ടുകൾ ആ പുഷ്പത്തിലേക്ക് കടന്നു വന്ന് ആ പുഷ്പത്തിന്റെ സൗരഭ്യവും അതിനകത്തെ തേനും കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ എന്ന് പറഞ്ഞത്, നിങ്ങൾ സൗരഭ്യമായി മാറുമ്പോൾ, നിങ്ങൾ സൗരഭ്യവാസനയായി ക്രിസ്തുവിന് വേണ്ടി മാറുമ്പോൾ എവിടേക്കോ കിടക്കുന്ന ആയിരക്കണക്കിന് 10,000കണക്കിന് കോടാനുകൂടി പാപികൾ നിന്റെ അരികിലേക്ക് കടന്നു വന്ന് നിന്നിലൂടെ ദൈവവചനം കേട്ട് ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം അവന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവരും ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അങ്ങനെ വേണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയായി ജീവിക്കുകയാണെങ്കിൽ അനേകർ കർത്താവിലേക്ക് ഓടി വരും. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവസഭ, ഇന്നത്തെ ദൈവത്തിന്റെ ദാസിദാസന്മാർ ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറേണ്ടതിന് പകരം പലരും പാപത്തിൽ വീണുപോയി, ശാപത്തിൽ വീണുപോയി, ലോകമോഹങ്ങൾക്ക് അധീനരായി വീണ്
ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യം പരത്തേണ്ടിവർ ഇന്ന് ദുർഗന്ധം പരത്തുന്നവരായി മാറി. രക്തം ചെയ്യും. അല്ലേരിയ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങോട്ട് ഭയങ്കര നെഞ്ചുവേദന ഉണ്ടാകുന്നില്ല. നെഞ്ചുവേദന ഉണ്ടായാലും കുഴപ്പമില്ല, മാനസാന്തരപ്പെടണമല്ലോ. അല്ലേരിയ. നമ്മൾ ഈ സത്യം വിളിച്ചു പറഞ്ഞതിനെ ക്രൂശിക്കും. അല്ലേരിയ. ഏത് വ്യാജവും ഏത് പോഷ്കും ഏത് തോന്നിവാസവും കള്ളത്തരങ്ങളും നമ്മൾ വിളിച്ചു പറഞ്ഞ് അവതരിപ്പിച്ച് അതിനോട് കൂടെ കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മളെ തോളിലേറ്റിക്കൊണ്ട് നടക്കും. അല്ലേരിയ. ആ പുള്ളി നല്ലതാണ്, ആ പുള്ളി നല്ലത് പറയും, ആ പുള്ളിയെ കേൾക്കണം എന്നൊക്കെ പലരും പറയും. പക്ഷെ സത്യം നീ ഒന്ന് വിളിച്ചു പറഞ്ഞേ. സത്യം വിളിച്ചു പറഞ്ഞ് സത്യത്തെക്കുറിച്ച് സംസാരിച്ച നിന്നെ ചവിട്ടി വേദിച്ച് താഴ്ത്തി, അല്ലേരിയ, വേണമെങ്കിൽ അറബിക്കടലിൽ താഴ്ത്തി കളയും. അതാ ഈ ലോകമെന്ന് പറയുന്നത് കേട്ടോ. അല്ലേരിയ. സത്യം വിളിച്ചു പറയണം. സത്യം വിളിച്ചു പറയുമ്പോഴാണ് നീ യഥാർത്ഥ ആത്മീയനായി മാറുന്നത്. സത്യം വിളിച്ചു പറയുമ്പോഴാണ് നീ യഥാർത്ഥ സൗരഭ്യമായി മാറുന്നത്. ലോകം നിനക്ക് പേരിടണ്ട, ലോകം നിനക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട, ലോകം നിനക്ക് ചീട്ട് തരണ്ട, ലോകത്തിന്റെ ഒന്നും നിനക്ക് വേണ്ട. ദൈവം നിന്നെ സൗരഭ്യവാസനയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലേരി പിന്നെ ലോകത്തിന് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നേ. നീ സത്യത്തിനങ്ങ് നിന്നാ മതി. അല്ലേരിയ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ പഠിച്ചു നോക്കിയാട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ, 3.5 വർഷം യേശു ജീവിച്ചത്, യേശു നടന്നത്, യേശു പ്രവർത്തിച്ചത്, യേശു ചെയ്ത ശുശ്രൂഷകൾ എല്ലാം ക്രിസ്തുവിനും അല്ലെങ്കിൽ ദൈവത്തിനും ക്രിസ്തുവിനും സൗരഭ്യവാസനയോടുകൂടിയായിരുന്നു. യേശുവിന്റെ നടപ്പ്, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ വാക്കുകൾ, അവന്റെ ജീവിതം എല്ലാം സൗരഭ്യം വരുത്തുന്നതായിരുന്നു. ആമേ സ്തോത്രം. വിവിധ രോഗബന്ധനങ്ങളാൽ, വിവിധ ഭൂതബാധ ബന്ധനങ്ങളാൽ നിറയപ്പെട്ട ജീവിതം തകർന്ന് തരിപ്പണമായി, കുടുംബത്തിൽ സന്തോഷമില്ലാതെ ഒക്കെ കടന്നുപോയി. സമയം മക്കൾ മരിച്ച്, രോഗാസന്റെ രക്തസ്രാവം പിടിച്ച്, കുരുടനും ചെകിടനും തളർവാദ രോഗിക്കും പക്ഷപാതക്കാരനും മുടന്തനും കുരുടനും എല്ലാം യേശുവിന്റെ അരികിൽ വന്നു. നമ്മുടെ കർത്താവ് അവർക്കെല്ലാം സൗരഭ്യവാസനയായി. അവരുടെ അവസ്ഥകൾ അറിഞ്ഞ്, അവരുടെ രോഗം അറിഞ്ഞ്, അവർ പോകുന്ന കഷ്ടപ്പാടുകൾ, പാപങ്ങൾ, ശാപങ്ങൾ അറിഞ്ഞ് ദൈവം അതിൽ നിന്നൊക്കെ അവരെ നീക്കിയിട്ട് എന്ത് ചെയ്തു? അവരെല്ലാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറ്റി. അവരെല്ലാം ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റി. എന്നിട്ട് കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഇത് തന്നെ നിങ്ങളോട് ദൈവം പറയുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദരി, യേശു നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പോയി ഫലം കായ്ക്കണമെന്ന്. നിങ്ങൾ അതിന് തയ്യാറാണോ? നിങ്ങൾ അതിന് ഒരുക്കമാണോ? അങ്ങനെ നിങ്ങളൊന്ന് പറ, കർത്താവ് ഞാൻ അതിന് തയ്യാറാണ്, ഞാൻ അതിന് ഒരുക്കമാ എന്ന് നീ പറയുമ്പോൾ അല്ലേലിയ, നിന്റെ കുടുംബത്തിന്റെ പാപങ്ങളും ശാപങ്ങളും മാറും. ഈ പലരും നമ്മെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥന പറയുമ്പോൾ അവർ പറയും, പാസ്റ്റർ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര ശാപമാണ്, ഞങ്ങളുടെ മക്കളുടെ മേൽ ഭയങ്കര ശാപമാണ്, അവരെ വല്ലാതെ ഭൂതാത്മാവ് ഉപദ്രവിക്കുന്നു, അവരെ വിരട്ടുന്നു, പേടിപ്പിക്കുന്നു, കുടുംബത്തിനകത്ത് വലിയ പ്രതിസന്ധി, ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടക്കാൻ കാരണം നീ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിന് വേണ്ടി നീ ഫലം പുറപ്പെടുവിക്കാത്തതുകൊണ്ട് സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് ആധിപത്യം പുലർത്തുന്നു. ഹല്ലേലൂയ. അവരെ നിങ്ങൾ ചവിട്ടി പുറത്താക്കണം. അവരെ മെതിച്ച് കളയണം. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിൽ വളരുവാൻ, അവന്റെ തന്ത്രങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ അനുവദിക്കാതെ നീ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൾപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ജലസ്നാനം സ്വീകരിച്ച് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസിയായി നിൽക്കണം. നിന്റെ കുടുംബത്തിനകത്ത് പിശാച് പ്രവേശിക്കത്തില്ല. നിന്റെ 7 അയലക്കത്ത് പോലും സാത്താൻ വരത്തില്ല. രക്തം ചെയ്യാം വല്ലേരി. കാരണം നിന്നെ അവൻ കാണുമ്പോൾ, സാത്താൻ നിന്നെ കാണുമ്പോൾ നീ ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയാണെന്ന് പിശാചിന് മനസ്സിലാകുമ്പോൾ അവൻ നിന്നെ വിട്ടോടിപ്പോകും സഹോദരി, അവൻ നിന്നെ വിട്ടോടിപ്പോകും സഹോദര. എന്നെ കേൾക്കുന്ന യുവാവി, എന്നെ കേൾക്കുന്ന സാമി, എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് പകൽ ദൈവാത്മാവിനോട് ഇടപെടുന്നത് അല്ലേലിയ നീ ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യമായി മാറാനാ. അല്ലേലിയ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി, അല്ലേലിയ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കണം. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരായി മാറണം. അല്ലേലിയ. ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരാ. നിങ്ങൾക്ക് ഇവിടുത്തെ സഹകരണ ബാങ്കുകൾ ഒരുപാട് ഓഹരി കാണും. അല്ലേലിയ. ഇവിടുത്തെ വൻകിട വ്യാപാരികളുമായി വ്യാപാരം ചെയ്ത് അതിന്റെ ഷെയറുകളൊക്കെ, അതിന്റെ ലാഭവിധമൊക്കെ, അതിന്റെ പങ്കാളി നിങ്ങൾക്ക് ഒരുപാട് ഓഹരികളൊക്കെ കാണും. അതെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതാ കേട്ടോ. എന്നാൽ നീ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഓഹരിക്കാരനായി മാറിയാൽ അത് നിലച്ചു പോകുന്നതല്ല, ഭൂമി കൊണ്ട് തീരുന്നതല്ല. നീ അതിനകത്ത് സന്തോഷിക്കും, നീ അതിനകത്ത് ആനന്ദിക്കും.
ഹല്ലേലൂയ, രക്തം ചെയ്യാം. നീ ദൈവരാജ്യത്തിൽ ഓഹരിക്കാരനാണ്, ഓഹരിക്കാരിയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്ക് ലാഭങ്ങൾ വീതിക്കാൻ തുടങ്ങും. ദൈവരാജ്യത്തിന്റെ ലാഭങ്ങളെ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ നന്മകളെ, അനുഗ്രഹങ്ങളെ നിനക്ക് തരാൻ തുടങ്ങുമെന്ന് ആ ഒരു അനുഭവത്തിനായി ദൈവം നിന്നെ ക്ഷണിക്കുക. രക്തം ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിന്റെ അല്ലലുകൾ മാറട്ടെ, കഷ്ടതകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ. നിന്റെ കുടുംബം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. ഛിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് നാളുകളായി, മാസങ്ങളായി, അമ്മയും അമ്മായിപ്പനും മരുമക്കളും ജീവിക്കുന്ന കുടുംബത്തിനകത്ത് രണ്ട് അത്താഴമാ, രണ്ട് ആ കഞ്ഞിയ. അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി. അല്ലേരി ഭാര്യയും ഭർത്താവും മിണ്ടത്തില്ല. അല്ലേരി അപ്പനമ്മ തമ്മിൽ മിണ്ടത്തില്ല. മക്കളോട് സംസാരിക്കില്ല, മക്കൾ സംസാരിക്കത്തില്ല. ആമി ഒരു വീട്ടിൽ തന്നെ അമ്മായിയും വരുമ്പോഴും കടുത്ത പോര്, അവിടെ രണ്ട് വെപ്പ. അല്ലേരി അത് നിന്റെ കുടുംബത്തിനകത്ത് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതൊരു വിശ്വാസിയുടെ ഭവനമായിരുന്ന ഒരു അവിശ്വാസിയുടെ ഭവനമായിരിക്കുന്നാലും നിന്റെ കുടുംബത്തിനകത്ത് അസ്വസ്ഥത കൊണ്ടുവരുന്ന സാത്താന, പിശാച. ആ പിശാച് നിന്റെ കുടുംബത്തെ തകർക്കുക. കാരണം നീ ദൈവത്തിന് സൗരഭ്യവാസനയായി മാറാതിരിക്കാൻ വേണ്ടി, നീ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറാതിരിക്കാൻ വേണ്ടി നിന്റെ കുടുംബത്തിനകത്ത് പിശാച് ദുർഗന്ധം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അവനെ ആട്ടി പുറത്താക്കണം. ഹല്ലേലൂയ. പിശാചിനെ ആട്ടി പുറത്താക്കണം. ഹല്ലേലൂയ. ആമെ പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചപ്പം ഒരു സാറ് പറയുമായിരുന്നു, ആമെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, ആമെ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പം ആ സാറ് പറഞ്ഞു, പിശാചിനെ ചൂലെടുത്ത് അടിച്ച് പുറത്താക്കണമെന്ന്. ഹല്ലേലൂയ. അന്ന് ആ കാലഘട്ടത്തിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹോദരന് ഭയങ്കര ഭൂതം കയറി. ഭൂതം കയറി കഴിഞ്ഞപ്പോൾ സാറ് പഠിപ്പിക്കാൻ വരുവൻ കസേരയിലും മേസയിലും ഒക്കെ കയറി നിന്നിട്ട് ഭയങ്കര ആട്ടമാണ്, ഭയങ്കര ഡാൻസാണ്. അങ്ങനെ നാളുകളായി ഇവൻ മുഖാന്തരം ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അവസാനം ഈ സാറ് അവനവരുടെ ഭൂതത്തെ ശാസിച്ചിട്ട് ആ സാറ് പറയാ, നിന്നെ ഞാൻ ചൂലെടുത്തടിക്കും പിശാചി എന്ന് പറഞ്ഞു. അല്ലെ, ഞാൻ അന്ന് ആദ്യം കേൾക്കുന്നത് കേട്ടോ, നിന്നെ ഞാൻ ചൂലെടുത്തടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി പിശാച് ചൂലിന് അടികൊള്ളാൻ യോഗ്യന. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യൻ ചൂലിന് അടികൊള്ളാൻ യോഗ്യനല്ല. കാരണം ചൂല് കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം തരുന്ന എന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനാണ് ചൂല് കൊണ്ട് അടിമേടിക്കാൻ തയ്യാറില്ല. പക്ഷെ പിശാച് ചൂലിന് കൊണ്ട് അടിമേടിക്കാൻ യോഗ്യനാണ്. അവനെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കണം. നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുന്ന പിശാചിനെ. ഹല്ലേലൂയ. നീ അതിന് തയ്യാറാകണം കേട്ടോ. ഇന്ന് പകൽ കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, നിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനായി മാറ്റാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ അടുക്ക തന്നെ, നിന്റെ അരികത്ത് തന്നെ യേശു നിപ്പുണ്ടാകും. ഹല്ലേലൂയ. നീ ഒന്ന് മനസ്സ് വെച്ച് എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താൽ, ഹല്ലേലൂയ, കർത്താവേ നിനക്ക് വേണ്ടി ഫലം കായ്ക്കാൻ, നിനക്ക് വേണ്ടി ഞാൻ പുറപ്പെട്ടോളാം എന്ന് നീ പറയുമ്പോൾ യേശു നിന്നെ രണ്ട് കരങ്ങൾ നീട്ടി സ്വീകരിക്കും. ഹല്ലേലൂയ. യേശു എങ്ങനെ നിന്നെ സ്വീകരിക്കും? രണ്ട് കരങ്ങൾ നീട്ടി ഹല്ലേലൂയ മാറോട് ചേർത്ത് പിടിക്കും. എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ആ കുഞ്ഞുങ്ങളെ രണ്ട് കരങ്ങൾ നീട്ടിയെടുത്ത് മാറോട് ചേർത്ത് ആ കവിളത്തൊക്കെ രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് സന്തോഷം. കുഞ്ഞിനും ഭയങ്കര സന്തോഷം, നമുക്കും ഭയങ്കര സന്തോഷം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓടിയ കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ആ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ വാരിയെടുത്ത് ആ മാറോട് ചേർത്ത് നമ്മുടെ കവിൾത്തടത്തിൽ ഉമ്മ തന്ന ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഏകദേശം ഒരു വാക്യമുണ്ട്, സഹോദരന്മാരെ വിശുദ്ധ ചുംബനാത്താൻ വന്ദനം ചെയ്യുന്ന. അങ്ങനെ ഒരു വാക്യമുള്ളപ്പം അത് ദൈവാത്മാവ് പറഞ്ഞ വാക്യതുകൊണ്ട് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ് കേട്ടോ, ഞാനങ്ങ് വിശ്വസിച്ചു പോവുകയാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കതില്ല. നമ്മുടെ കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ വാരിയെടുത്ത് വിശുദ്ധ ചുംബനം തരും നമ്മുടെ കർത്താവ്. അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വലിയ സ്നേഹവാനാണ്, നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. നിന്റെ സകല പാപങ്ങൾ ക്ഷമിക്കുവാൻ, നിന്റെ സകല അകൃത്യങ്ങൾ ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് എത്ര നല്ല സ്നേഹവാനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്കൊക്കെ ഈ ക്ഷമയേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. നമ്മളത് പറയാറുമുണ്ട്, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, എന്റെ ക്ഷമയെ പരിശോധിക്കരുത്. എന്റെ ക്ഷമ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയ്യോ എന്തെല്ലാം നമ്മൾ പറഞ്ഞു കൂട്ടി ഒപ്പിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ കർത്താവിന് അങ്ങനെ ക്ഷമ മാത്രമായിരിക്കും നമ്മൾക്ക് ഈ ഭൂമി കാണുമായിരുന്നു.
അല്ലേരി നമ്മുടെ കർത്താവിന്റെ ശ്രമം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ളത് എടുത്തു വെച്ച് നമുക്കൊരു ഉപദ്രവം തരത്തില്ലായിരുന്നു. ഒരിക്കലും നമ്മുടെ കർത്താവ് അങ്ങനെ പറയില്ല. നമ്മുടെ കർത്താവ് ഞാൻ ദയയും കരുണയും മഹാദീർഘക്ഷമയുള്ളവനെന്നാ. അപ്പം മഹാദീർഘക്ഷമയുള്ളവൻ നമ്മളെ ഒരിക്കലും കൈവിട്ട് കളയാതെ നമ്മുടെ വലുതും ചെറുതുമായ സകല ആകൃത്യങ്ങളും നമ്മോട് ക്ഷമിച്ചിട്ട് അല്ലേലിയ ആ രണ്ട് കരങ്ങൾ കൊണ്ട്, ആ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് നമ്മളെ വാരിയെടുത്ത് മാറോട് ചേർത്ത് നമ്മുടെ കവിൾത്തരത്ത് ചുംബനം തന്ന്, മകനെ നിന്നെ ഞാൻ ഭൂമിയുടെ ഉപ്പാക്കി മാറ്റുകയാണ്, ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റുകയാണ്, എനിക്ക് വേണ്ടി ഫലം കായ്പാൻ ഞാൻ നിന്നെ അയക്കുക, നീ എനിക്ക് സൗരഭ്യ വാസനയാണെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുക. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെന്ന്. അല്ലേലിയ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നിങ്ങൾ വല്ല കൊടുക്കണം. ഒന്നും പൊട്ടിക്കണ്ട. ദൈവം നിങ്ങൾക്ക് നല്ല നാവ് തന്നിട്ടുണ്ട്, നല്ല മുഖം തന്നിട്ടുണ്ട്, നല്ല സൗന്ദര്യം തന്നിട്ടുണ്ട്, നല്ല ശബ്ദം തന്നിട്ടുണ്ട്, നല്ല കേൾവി തന്നിട്ടുണ്ട്, നല്ല കാഴ്ച തന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കൂടെ നിങ്ങൾ നല്ല പൂർണ്ണ ആരോഗ്യമുള്ളൊരു മനുഷ്യനാ, ഒരു നല്ല സൗകര്യ. നിങ്ങളുടെ നാവ് കൊണ്ട് ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. ഒന്നും കൊടുക്കണ്ട, കർത്താവിനെ അങ്ങ് സ്തുതിച്ചാൽ മതി. നിന്റെ സ്തുതികൾക്കകത്ത്, നിന്റെ സ്തോത്രങ്ങൾക്കകത്ത് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുണ്ട്. അല്ലേ, നീ സ്തുതിക്കും തോറും, ദൈവത്തെ മഹത്വപ്പെടുത്തും തോറും, കർത്താവിന് സ്തോത്രം അർപ്പിക്കും തോറും നീ അറിയാതെ തന്നെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നീ കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറും. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാ ദൈവവചനം കേട്ടോ. അല്ലേലൂയ. അതുകൊണ്ട് നീ കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ, ഇന്ന് അനേക ക്രൈസ്തവർ ക്രിസ്തുവിന്റെ വാസന, സൗരഭ്യവാസന വീശുന്നതിന് പകരം ദുർഗന്ധം വീശുക. നിങ്ങൾ രണ്ട് കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണുന്നു, എന്നാൽ ലോകം 1000 കണ്ണുകൾ കൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ സൗരഭ്യവാസന വീശുവോ അതോ ദുർഗന്ധം വീശുവോ? അപ്പോസ്തലനായ പൗലോസ് സന്തോഷത്തോടെ ഇപ്രകാരം പറയും, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ. അതെ, ലോകം നിങ്ങളെ ദുർഗന്ധം വമിക്കുന്ന വിധത്തിലൂടെ നിങ്ങളെ നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും. രക്തം ചെയ്യാം. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അല്ലേലൂയ സ്തോത്രം. നിങ്ങളെ കാണുന്ന ആയിരക്കണക്കിന് കണ്ണുണ്ടോ നോക്കണം. നിങ്ങളുടെ 2 കണ്ണുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത്, എന്നാൽ ആയിരക്കണക്കിന് കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലേ, നീ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, നിന്റെ കുടുംബം എന്താണ്, നിന്റെ കുടുംബത്തിലെ സാഹചര്യം എന്താണ്, ജീവിതം എന്താണ്, നിന്റെ പശ്ചാത്തലം എന്താണ്, നിന്റെ കുടുംബത്തിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്, നീയും ഭാര്യയും കൂടെ സംസാരിക്കുന്നത്, ഭാര്യയും നീ കൂടെ സംസാരിക്കുന്നത്, മക്കളോട് സംസാരിക്കുന്ന, അപ്പനമ്മയോട് സംസാരിക്കുന്നത്, അയൽവാസികളോട് സംസാരിക്കുന്ന, അധികാരികളോട് സംസാരിക്കുന്നത്, സമൂഹത്തോട് സംസാരിക്കുന്നത്, നിന്നെ നടത്തുന്ന ഇടയന്മാരോട് സംസാരിക്കുന്നതെല്ലാം ലോകം നോക്കിക്കൊണ്ടിരിക്കുക. അല്ലേരിയ. അതിന്റെ നടുവിൽ നീ സൗരഭ്യം പരത്തുന്നവനായിരിക്കണം, സൗരഭ്യം വീശുന്നവളായിരിക്കണം. രക്തം ചെയ്യാം എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം നീ തന്നെയാ, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം നീ തന്നെയാ. അല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം, നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം മറ്റൊരു വീട്ടിലുള്ളവനല്ല, നീ തന്നെ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം, നിന്റെ കുടുംബത്തിന്റെ സൗരഭ്യം നീ ആയതുകൊണ്ട് നീ ലോകസുഖങ്ങളെ വെടിഞ്ഞിട്ട്, പാപസുഖങ്ങളെ വെടിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറണം. അല്ലേലൂയ. മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കും. അല്ലേലൂയ. മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കും. അല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകരം യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കാമോ? രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾ അല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറണം. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ അല്ലേലൂയ ചന്ദനമരങ്ങളുടെ സൗരഭ്യവാസനയെ കുറിച്ച് വചനം പറയുക. അതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 24:6 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലേലൂയ. സംഖ്യാപുസ്തകം 24:6 വരുമ്പോൾ അല്ലേലൂയ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ എന്ന സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവ് നമ്മെ സുഗന്ധം വീശുന്ന ചന്ദനമരങ്ങൾ പോലെ ഈ ലോകത്തിൽ നട്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സുഗന്ധം വീശുന്ന സൗരഭ്യം പരത്തുന്ന ചന്ദനമരങ്ങൾ പോലെ നമ്മെ ഈ ഭൂമി നട്ടിരിക്കുന്നു. അതിന്റെ വാസന ദൈവികമാകുന്നു. ചന്ദനം മനുഷ്യന്റെ ശരീരത്തിലെ ഉഷ്ണത്തെ കുറച്ച് ആരോഗ്യം നൽകുന്നു.
അല്ലെങ്കിൽ ചന്ദനങ്ങളുടെ ഇടയിൽ നമ്മൾ പാർത്താൽ, അല്ലെങ്കിൽ ചന്ദനമരങ്ങളുടെ നടുവിലൂടെ നമ്മൾ നടന്നാൽ നമ്മൾ ചന്ദനം മണക്കും. അല്ലെങ്കിൽ ചന്ദനം വിടുന്ന കോടാലി എടുത്ത് പറഞ്ഞാൽ ആ കോടാലിയും ചന്ദനം മണക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ ചന്ദനമരങ്ങളായി ഭൂമി വെച്ചിരിക്കുക. ചന്ദനമരങ്ങളായി നിങ്ങളെ ഭൂമി യേശു നട്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ചന്ദനം പോലെ സൗരഭ്യം വീശുന്നവനായി, ചന്ദനം പോലെ സൗരഭ്യം പരത്തുന്നവളായി മാറും. അതാണ് സംഖ്യാപുസ്തകം 24:6 വായിച്ചാൽ കാണാൻ കഴിയും. ചന്ദനമരം ഉരയ്ക്കുമ്പോൾ എപ്രകാരം സുഗന്ധം വീശുന്നുവോ അപ്രകാരം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഹിക്കുമ്പോൾ ദൈവികത്വത്തിന്റെ വാസന നിങ്ങളിൽ വീശപ്പെടണം. ചന്ദനമര എങ്ങനെ വാസന പുറപ്പെടുവിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും നിന്ദകളും ദാരിദ്ര്യങ്ങളും പീഡകളും പരിഹാസങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റയായി മാറുമ്പോൾ, അവിടെയെല്ലാം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ സൗരഭ്യം വീശുന്നവരായി മാറണം. ഒരു വാക്കുകൊണ്ട് പോലും നമ്മുടെ കർത്താവിനെ ദൂഷിക്കരുത്, നിന്ദിക്കരുത്. ഹല്ലേലൂയ. ദൈവികതമല്ലാത്തതൊന്നും നിങ്ങൾ പറയരുത്. നീ സൗരഭ്യമായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. അത് നിങ്ങളിൽ നിന്ന് ചന്ദനത്തിന്റെ മണപ്പുറം കഷ്ടപ്പാടുകളുടെ മധ്യേ നിങ്ങളെ സൗരഭ്യവാസനയായി പ്രയോജനപ്പെടുത്തവൻ തീർച്ചയായും നിങ്ങളെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ നടുവിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതൻ, നമ്മൾ ഈ ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണും, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ഉത്തമഗീതത്തിൽ പറയുക, ശലോമോൻ പറയും, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതെ, ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗരഭ്യം, ഹല്ലേലൂയ, നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി സൗരഭ്യമായി മാറണം. ഹല്ലേലൂയ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവ ഗുണങ്ങളെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ മറന്ന് കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി മാറണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിലും, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ ചിന്തകളിലും എല്ലാം, നിങ്ങളുടെ കൊടുക്കലിലും വാങ്ങലിലും എല്ലാം നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യമായി മാറണം. പ്രത്യേകിച്ച് കൊടുക്ക വാങ്ങലുകൾക്കകത്ത് ക്രിസ്തുവിന്റെ സൗരഭ്യമായി മാറണം. കൊടുത്തിട്ട് പിന്നെ ശണ്ടയിടരുത്, വാങ്ങിയിട്ട് ശണ്ടയിടരുത്. നിങ്ങൾക്കൊരു ആവശ്യം വന്ന് നിങ്ങളൊരു ആളോട് ചെന്ന് 10,000 രൂപ കടം വാങ്ങി ഒരു മാസത്തിനകം തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ 10,000 രൂപ വാങ്ങി വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തില്ല. തന്ന വ്യക്തി ചോദിക്കുമ്പോൾ അവരോട് ശണ്ടയിടാതെ സൗരഭ്യം വീശണം. കൊടുക്ക വാങ്ങൽ വളരെ കൃത്യത ഉണ്ടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുവാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സൗരഭ്യം വീശണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികളും എല്ലാം സ്നേഹത്തിന്റെ വാസനയിലൂടെ ആയിരിക്കണം. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തി, നോട്ടവും, നിങ്ങളുടെ കേൾവിയും, നിങ്ങളുടെ ഇടപാടുകളെല്ലാം സൗരഭ്യം വരുന്നതായിരിക്കണം. സ്നേഹത്തിന്റെ സൗരഭ്യം നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുക്രിസ്തു ഈ ലോകത്തിൽ നമ്മെ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് സ്നേഹിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അവൻ ക്രൂശിൽ കിടക്കുമ്പോഴും ക്രൂശിൽ കിടന്ന മരണവേദന അനുഭവിക്കുമ്പോഴും യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരേ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവിൻ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നൊക്കെ യേശു നമുക്ക് വേണ്ടി സ്നേഹാദരവോടുകൂടി ആ സ്നേഹത്തിന്റെ വാസന സൗരഭ്യം വീശുന്ന വാക്കുകൾ യേശു ക്രൂശിൽ കിടന്ന് നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, അതേ അനുഭവത്തിലൂടെ നീ കടന്നുപോയില്ലെങ്കിൽ നീ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ കഷ്ടതയുടെ നടുവിൽ അവിടെ നീ ക്രിസ്തുവിനെ പോലെ സൗരഭ്യം വീശുന്നവനായി മാറണം. രക്തജയം അതെന്തിനെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം വായിക്കും. ഉൽപ്പത്തി പുസ്തകം 9:21 വരുമ്പോൾ, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മക്കളും ജലപ്രളയം വന്നു. ഭൂമി മുഴുവൻ വെള്ളത്താൽ നശിപ്പിക്കപ്പെട്ടു. സകല ജനങ്ങളും നശിച്ചുപോയി. നോഹയുടെ മക്കളും ഭാര്യയും മാത്രം ശേഷിച്ചു. അവർ 8 പേര് ശേഷിച്ചു. വെള്ളം താണ ശേഷം അവർ കരക്കിറങ്ങി ദൈവത്തിന് ഹോമയാഗം ദൈവത്തിന് യാഗം അർപ്പിച്ചപ്പോൾ അത് സൗരഭ്യവാസനയായി നമ്മുടെ കർത്താവും മണത്തു. പ്രളയത്തിന് ശേഷം ദൈവത്തിന് യാഗം അർപ്പിച്ചപ്പോൾ ആ യാഗത്തെ ദൈവം നോക്കിയത് സൗരഭ്യവാസനയായി മണത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുക, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഇനി മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ നശിപ്പിക്കുകയില്ല.
അത് നിന്റെ യാഗം, നിന്റെ വഴിപാട് ദൈവത്തിന് സൗരഭ്യം വരുത്തുന്നതായിരിക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്താലും നീ കർത്താവിന് സൗരഭ്യമായിരിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഞാൻ വായിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചിരുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. 16-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു വെച്ചോണം കേട്ടോ, കാണാപ്പാടം പഠിക്കണം. അവിടെ ഇവർക്കോ മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസന തന്നെ. അത് നീ മരണത്തിലേക്കുള്ള വാസന നേടാതെ ജീവനിലേക്ക് വാസന പ്രാപിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം കേട്ടോ. ഇന്ന് പകൽ ആർക്കെങ്കിലും കർത്താവിന് വേണ്ടി സൗരഭ്യം വരുത്തുവാൻ കഴിയാതെ ജീവിതത്തിൽ കഷ്ടതയുടെ കടന്നുപോയി ദൈവരാജ്യവുമായി ബന്ധമില്ലാതെ ഈ ലോകത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ വീഴണം നീ അകപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരുവാനൊരു അവസരമുണ്ട്. ക്രിസ്തുവിന്റെ ഫലം കായ്ക്കുവാൻ നിനക്ക് നഷ്ടപ്പെട്ട നന്മകൾ, നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ എല്ലാം കർത്താവ് 100 മടങ്ങായി തിരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ തകർച്ചയെ മാറ്റുവാൻ, നിന്റെ ജീവിത രോഗങ്ങളെ മാറ്റി, നിന്റെ ശാപങ്ങളെ പാപങ്ങളെ മാറ്റി കർത്താവ് നിന്റെ സൗരഭ്യമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ പാടുനിരക്കും സൗരഭ്യവാസനയായി. കണ്ണുകളടച്ചാട്ട് ക്രിസ്തുവിനോട് നിങ്ങൾ ഹൃദയം വിട്ടുകൊടുത്താട്ട് യേശുവിനോട് പറഞ്ഞാട്ട്, കർത്താവേ ഞാൻ അങ്ങേ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ മകനായി നിന്നുകൊണ്ട് അങ്ങേക്ക് സൗരഭ്യമായി മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ എന്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്നെ സ്വീകരിക്കണമേ, അവിടെ നിന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടു എല്ലാവരെയും കർത്താവ് ലോകരാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നും 800 കോടി ജനങ്ങളെ, ഇന്ത്യയിലെ 140 കോടി ജനത്തെ, കേരളത്തിലെ 3 കോടി ജനത്തെ, ദൈവങ്ങളെ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, സകല ജനത്തെ, കുടിലോട്ട് ഒട്ടാരതി വരെ പാർക്കുന്നവരെ, ശൈശവത്തിനും ബാല്യത്തിനും കുമാരി യൗവനത്തിനും വാർത്തതിനും വൃത്തിരശമ യാച തടവടിയിലായിരിക്കുന്ന ലോകരാജ്യങ്ങൾ ജോലിക്കായി കടന്നുപോയിരിക്കുന്നവർ, വിവിധ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, കമ്പനികളും ഫാക്ടറിയും ആയിരിക്കുന്നവർ, കടലോര വാസികളെ കർത്താവ്, തീരദേശവാസികളെ, മത്സ്യബന്ധനായിരിക്കുന്നവരെ കർത്താവ്, കരയിലും കടലും ആകാശമാർക്കും വാഹനോടി യാത്രയിൽ വാഹന നിർമ്മിതാക്കൾ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്തായിരിക്കുന്നവർക്കായി സഹകരണമേലും പൊതുമേഖലയിലും ക്ഷീരമേഖലയിലും ആരോഗ്യ വിദ്യാഭ്യാസം കാർഷിക മേഖലയിൽ അലുവിയായിരിക്കുന്ന ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസിദാസന്മാരോട് കുടുംബങ്ങൾ, തലമുറ, അതിർത്തികൾ കാക്കുന്ന BSF സ്വീകാര്യ ജനങ്ങളെ സാമ്യസേന കർത്താവിന്റെ സ്തോത്രം. ജുഡീഷ്യൽ പോലീസിന്റെ വിവിധ സെഷൻ വകുപ്പ് നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ സ്തോത്രം. സ്തോത്രം ഞങ്ങളുടെ ക്രമസമാധാന പാല് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന മത, സാമൂഹ്യ, സംസ്കാര സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ നിൽക്കുന്ന മത എല്ലാ ഫറോദിഷ പാർട്ടികളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ദേശരാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്നവരെ, ദേശത്ത് ഭവനത്തിൽ കഷ്ടം സഹിക്കുന്നവരെ, രോഗത്തിനും പാപത്തിലും ശാപത്തിനും മദ്യത്തിനും മൈക്കിനും ലഹരി പദാർത്ഥങ്ങൾ അടുക്കുകളായി വിവിധ ബന്ധനങ്ങളിൽ ശാപങ്ങളായിരിക്കുന്നവരെ എല്ലാം പിടിപ്പിച്ച് കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയായി തീർക്കണമേ. തലമുറകളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.